അതിൽ ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞത് ആ അംഗനവാടി എ സി റൂമുള്ള നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ നല്ല AC ഉള്ള ഹാളിൽ ഇരുന്ന് പഠിക്കും. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കൂടി മേയർ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ 31 ലക്ഷവും അതിനാവശ്യമായിട്ടുള്ള തുകയും കൂടി അനുവദിച്ചുകൊണ്ടാണ് നമ്മുടെ അംഗൻവാടി കെട്ടിടത്തിൻ്റെ പണി ആരംഭിക്കുന്നത്. അതോടൊപ്പം ഇവിടുത്തെ ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി ഇടേണ്ട ആവശ്യമുണ്ട്. ഒരു പണി നടക്കുമ്പോൾ അതിന് 2,47,340 രൂപയും നമുക്ക് ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്നത്, നമ്മുടെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് എനിക്ക് എൻ്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. പക്ഷേ കൗൺസിലർ എന്നുള്ള നിലയിൽ രാഷ്ട്രീയവും ജാതിയും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും എൻ്റെ അടുത്ത് ഒരു പരിഗണനയുമില്ല. കൗൺസിലർ പണി ആത്മാർത്ഥമായി ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വവും ദൗത്യവും. അത് ഭംഗിയായി ഞാൻ നിർവഹിക്കുന്നത് കൊണ്ടാണ് ഈ കാണുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇവിടെ അവർ സാന്നിധ്യം കൊണ്ട് ഈ പരിപാടിയെ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി എത്തിയത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു പ്രദേശത്തിന്റെ വികസനം അങ്ങനെയാവണം. എക്സ് ഓർ വൈ, ആരോ ജയിക്കട്ടെ ആരോ തോക്കട്ടെ. ശശി തരൂർ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ MP ആണ്. സഖാവ് വി ശിവൻകുട്ടി വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ MLA ആണ്, മന്ത്രിയാണ്. അങ്ങനെയല്ലേ നമ്മൾ കാണേണ്ടത്? അതിന് പകരം എന്ത് പണി ചെയ്താലും, എവിടെ എന്ത് വികസന പദ്ധതി ചെയ്താലും ഇല്ലാത്ത നുണകളും കള്ളങ്ങളും വ്യാജ പ്രചാരവേലയും ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഫേസ്ബുക്ക് എന്നുള്ള സാധനം ഉള്ളത് കൊണ്ട് അഴിച്ചു വിടാൻ വേണ്ടി കുറെ ആളുകൾ, ജന്മങ്ങൾ വേറെ പ്രദേശങ്ങളിലൊക്കെ ധാരാളമായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രദേശത്ത് അങ്ങനെ ഇല്ല. ഇപ്പൊ നോക്കിയപ്പോൾ ഒരാൾ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് വേണ്ടി കടക്കുന്നില്ല. നമ്മുടെ വാർഡിൽ വീണ്ടും നമ്മൾ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ മദീന കല്യാണ മണ്ഡപത്തിന്റെ അവിടെ ഒരു അംഗനവാടിക്ക് വേണ്ടി വാങ്ങുന്നതിന് വേണ്ടിയുള്ള സ്ഥലം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത് നമ്മൾ താമസം വിന ആ സ്ഥലം നമുക്ക് വാങ്ങുവാൻ വേണ്ടി സാധിക്കും. ഈ യോഗത്തിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. നമുക്ക് നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം, നമുക്ക് ഒരുമിച്ച് മുന്നേറണം. നമ്മുടെ പാർവതി പുത്തനാറിൻ്റെ വികസനമായാലും ഈ റോഡിൻ്റെ വികസനങ്ങളായാലും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ എന്തുണ്ടായാലും കൗൺസിലർ എന്നുള്ള നിലയിൽ എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ CPIM പഠിപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ കൗൺസിലറാണെങ്കിൽ കൗൺസിലറുടെ ഉത്തരവാദിത്വം എല്ലാവരെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വം ഞാൻ ഇനിയും അങ്ങനെ തന്നെ